അപ്പം നമുക്ക് ഏതായാലും ശബരിമല വിശേഷങ്ങൾ അവിടുത്തെ തിരക്ക് ഒക്കെ അറിയാം. അവിടെ സനോജാണ് ഉള്ളത്. സനോജ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ശരത്ത്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എന്തുണ്ട് സ്വാമി ശരണം? എങ്ങനെയുണ്ട് തിരക്ക്? സ്വാമി ശരണം, സ്വാമി ശരണം. ഇതിപ്പോൾ എത്ര തവണയായി ഇന്നലെ കാര്യമായ തിരക്കുണ്ടായിരുന്നു. കഴിഞ്ഞ ഞായറാഴ്ച തിരക്കവിടെ നിൽക്കട്ടെ, അതിലേക്ക് വരാം. ഈ സനോജ് ഈ സീസണിൽ ഇത് ഒരുപാട് തവണയായല്ലോ മല കയറുന്നു. ഇപ്പോൾ ഒന്ന് പോയിട്ട് തിരിച്ചു വന്നാണല്ലേ? അതെ അതെ, നിങ്ങളിങ്ങനെ നമ്മളെ സ്ഥിരമായിട്ട് ഇങ്ങനെ പറഞ്ഞു വിടുകയല്ലേ. അതെ, നിങ്ങൾ സ്ഥിരമായിട്ട് നമ്മളെ ഇങ്ങോട്ട് പറഞ്ഞു വിടുകയല്ലേ, അപ്പോൾ പിന്നെ കയറാതിരിക്കാൻ പറ്റും. എനിക്കൊരു പങ്കുമില്ല. ഞാൻ കേട്ടതെന്ന് വെച്ചാൽ സനോജ് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നു, എന്നാൽ പിന്നെ ശബരിമല റിപ്പോർട്ടിൽ ഞാൻ പോകട്ടെ എന്ന് ചോദിക്കുന്നു. അപ്പോൾ ഉടനെ തന്നെ മനോജ് വർമ്മ അത് സമ്മതിക്കുന്നു. വീണ്ടും മലയ്ക്ക് കയറുന്നു, വീണ്ടും ഇറങ്ങുന്നു, വീണ്ടും പോകുന്നു. അപ്പോഴത്തേക്ക് കുറച്ച് ദിവസം കഴിയുമ്പോൾ സുജു പറയും, എന്നാൽ പിന്നെ ഇനി ഞാൻ പോക്കോളാം. ഇനി ആരാ അടുത്തത്? സനോജ് ഇറങ്ങുമ്പോൾ ആരാ വരുന്നത്? എന്തായാലും നാളെ തിരിച്ചിറങ്ങാം. നാളെ ഞാൻ അടിയന്തര സാഹചര്യത്തിൽ നമ്മുടെ ലതീഷിന് പനി ആയതുകൊണ്ട് മല കയറേണ്ടി വന്നതാണ്. അപ്പം നാളെ ഞാൻ ഇറങ്ങുമ്പോൾ വിജിൻ വയ്യാന്തോട് തിരുവനന്തപുരത്ത് നിന്ന് മലയ്ക്ക് കയറും. അപ്പോൾ നാളെ ഇറങ്ങിയതിന് ശേഷം അടുത്ത വിജിനാണ് ബാറ്റൺ കൈമാറുന്നത്. വിജിൻ ശബരിമലയ്ക്ക് വരുമ്പോൾ ഞാൻ കാണുന്ന, എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്നത് എന്താണെന്നറിയോ? ചിന്താവിഷ്ടയായ ശ്യാമള എന്ന് പറഞ്ഞ സിനിമയാണ്. ആ സിനിമയിൽ ശബരിമലയിലേക്ക് വന്ന ശ്രീനിവാസൻ്റെ ഒരു കഥാപാത്രമില്ലേ, അതുപോലെ ഒരു പോക്കാണ്. വിജിനെ നമ്മൾ ശബരിമല ഏൽപ്പിക്കുകയാണ്. മനു ഇപ്പോഴും പറയുന്നു ഞാൻ വരുന്നുണ്ട് ശനിയാഴ്ച. ആ പാട്ടൊന്ന് പാടിക്ക്. മച്ചകത്തമ്മയെ കാൽ തൊട്ട് വന്നിച്ച് മകനെ തുടങ്ങും ഈ യാത്ര. അപ്പോൾ മൈക്കൊക്കെ കൊടുത്ത് വളരെ ശരിയായി വിജിനെ അവിടെ കുടിയിരുത്തിയിട്ട് വേണം സനോജ് കോട്ടയത്തേക്ക് മടങ്ങാൻ. കോട്ടയത്ത് അത്യാവശ്യം ചില വാർത്തകളൊക്കെ ചെയ്യാനായിട്ട് തിരിച്ച് സനോജ് ഇറങ്ങും. അപ്പോൾ മനുവും വരുന്നുണ്ട് കേട്ടോ. മനുവും നന്ദുവും വരുന്നുണ്ട് ഇവിടുന്ന് അങ്ങോട്ട് ഈ പറഞ്ഞ ദിവസങ്ങളാണ്. വെള്ളിയാഴ്ച വൈകിട്ടാണെന്ന് തോന്നുന്നു, അതോ ശനിയാഴ്ച ആണോ സംശയമുണ്ട്. വെള്ളിയാഴ്ച. എന്താ സനോജ്? മനു ഇപ്പം തിരക്ക് നോക്കി എങ്ങനെയാണ് തിരക്ക് കുറയുന്നത് എന്നാണ് എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തിരക്ക് കുറയുന്ന ദിവസം നോക്കി ശനിയാണോ ഞായറാണോ? പൊതുവേ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞായറാഴ്ച ദിവസമാണ് തിരക്ക് കുറവ്. അതുകൊണ്ട് ശനിയാഴ്ച രാത്രി കയറിയിട്ട് തിരക്കില്ലാതെ വളരെ പോകാന്നുള്ള ധാരണ. സനോജ്, ഇതിൽ അതിപ്പോൾ നമ്മൾ തീർത്തു കൊടുത്തല്ലോ ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇത്ര തിരക്കൊക്കെ അന്വേഷിച്ച് നിൽക്കുന്ന തിരക്കില്ല എന്നൊക്കെ ജഡ്ജ് ചെയ്ത് പോകുന്ന ദിവസമാണ് ഏറ്റവും വലിയ തിരക്കിൽ ചെന്ന് ചാടി കൊടുക്കുന്നത്. ശബരിമലയിൽ അങ്ങനെയാണ് സംഭവിക്കുക. അപ്പോൾ മനുവിനെ കാത്തിരിക്കുന്നത് ഈ പറഞ്ഞ സീസണിലെ ഏറ്റവും നല്ല തിരക്കുള്ള ദിവസത്തിലായിരിക്കും അവിടേക്ക് വരുന്നത്. ആ നിലയിൽ ശബരിമല കാണട്ടെ, സന്നിധാനം കാണട്ടെ എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഏതായാലും എങ്ങനെയുണ്ട്? ഇന്നലെ പ്രതിപക്ഷ നേതാവ് പറയുന്നത് കേട്ടല്ലോ, എല്ലാം നന്നായി പോകുന്നു, നന്നായി തൊഴാൻ കഴിഞ്ഞു, നല്ല സംവിധാനങ്ങളാണ് എന്നൊക്കെ പറയുന്നത് കേട്ടല്ലോ. എന്താ സനോജ്, അദ്ദേഹത്തിൻ്റെ ഒരു നല്ല സർട്ടിഫിക്കറ്റ് കിട്ടി ഇത്തവണത്തെ ഈ സീസണിന് അല്ലേ? പിന്നെ ആൾക്കങ്ങ് സമ്മതിച്ചു തരാൻ അത്ര മനസ്സില്ല, എങ്കിലും സമ്മതിക്കാതിരിക്കാനും പറ്റത്തില്ലല്ലോ. കാരണം ശബരിമല കാര്യങ്ങൾ വളരെ ഭംഗിയായി മുന്നോട്ട് പോകുന്നതിനിടയിലാണ് ശബരിമല ദർശനത്തിനായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇന്നലെ എത്തിയത്. തുടർച്ചയായി 25 വർഷം വന്നിട്ടുണ്ട് എന്നും അതിനുശേഷം ദീർഘകാലം സന്നിധാനത്തേക്ക് വരാൻ കഴിഞ്ഞിരുന്നില്ല എന്നും ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ സന്നിധാനത്തേക്ക് എത്തുന്നത് എന്നുമാണ് സതീശൻ ഇന്നലെ വ്യക്തമാക്കിയത്. അദ്ദേഹം വരുമ്പോൾ വലിയ ബുദ്ധിമുട്ടില്ലാതെ തന്നെ അദ്ദേഹത്തിന് ദർശനം നടത്താൻ കഴിഞ്ഞു. മാത്രമല്ല, വന്ന വഴികളിലൊക്കെ തീർത്ഥാടകർ തീർത്ഥാടനത്തെക്കുറിച്ച് നല്ല വാക്കുകൾ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് തീർത്ഥാടനത്തെക്കുറിച്ച് മോശം വാക്കുകൾ പറയാനും പറ്റാത്ത സാഹചര്യമായി. അങ്ങനെ കാര്യങ്ങൾ ഭംഗിയായി പോകുന്നു. സ്പോട്ട് ബുക്കിങ്ങും വെർച്വൽ ക്യൂ ബുക്കിങ്ങും അവർ നേരത്തെ പറഞ്ഞിരുന്നു. അതുപ്രകാരം ബുക്കിംഗ് കൂട്ടിയത് വളരെ പ്രയോജനപ്രദമായി എന്നൊക്കെ വി ഡി സതീശൻ പറഞ്ഞു വെക്കുകയും ചെയ്തു. പക്ഷേ സത്യാവസ്ഥ മനസ്സിലാക്കുകയാണെങ്കിൽ ഇതിൻ്റെ ആദ്യഘട്ടം മുതൽ തന്നെ മുഖ്യമന്ത്രിയും ദേവസ്വം ബോർഡ് മന്ത്രി വി എൻ വാസവനും ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്, ശബരിമല ദർശനത്തിന് വേണ്ടി മല ചവിട്ടിയെത്തുന്ന ഒരു തീർത്ഥാടകനും നിരാശയോടുകൂടി മടങ്ങേണ്ടി വരികയില്ല. എല്ലാ തീർത്ഥാടകർക്കും ദർശനത്തിന് വേണ്ടിയുള്ള ക്രമീകരണം സർക്കാർ ഒരുക്കും. 70,000 സ്പോട്ട് ബുക്കിംഗ് നിശ്ചയിച്ചിരിക്കുന്നത്. വെർച്വൽ ക്യൂ ബുക്കിംഗ് 70,000 നിശ്ചയിച്ചിരിക്കുന്നത് എങ്കിലും 10,000 പേർക്കാണ് സ്പോട്ട് ബുക്കിംഗ് ഉള്ളതെങ്കിലും വരുന്ന എല്ലാ തീർത്ഥാടകർക്കും ദർശനത്തിന് വേണ്ടിയുള്ള ക്രമീകരണം സർക്കാർ ഒരുക്കുമെന്ന് സർക്കാർ ആവർത്തിച്ച് നേരത്തെ മുതൽ വ്യക്തമാക്കിയിരുന്നു. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ ഇപ്പോൾ വരുന്ന എല്ലാവർക്കും ദർശനത്തിന് വേണ്ടിയുള്ള ക്രമീകരണമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇന്നലത്തെ കണക്ക് പരിശോധിക്കുമ്പോൾ 82,405 പേർ ഇന്നലെ ദർശനം നടത്തി. അതിൽ സ്പോട്ട് ബുക്കിംഗ് വഴി 15,409 പരം തീർത്ഥാടകർ ദർശനം നടത്തി. അപ്പോൾ സാധാരണ 10,000 സ്പോട്ട് ബുക്കിംഗ് നിശ്ചയിച്ചിരിക്കുന്നത് എങ്കിൽ കൂടിയും
15,000-ത്തിലധികം തീർത്ഥാടകർ ഇന്നലെ നടത്തി. ഓരോ ദിവസത്തെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ അത് 13,000-ഉം 14,000-ഉം 15,000-ഉം കടന്ന് ഇങ്ങനെ പോവുകയാണ് തീർത്ഥാടകരുടെ സ്പോട്ട് ബുക്കിംഗ് കണക്ക്. അതാണ് നല്ല തിരക്ക്. ശബരിമല എന്ന് പറയുമ്പോൾ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രമാണ് ദക്ഷിണേന്ത്യയിലെ തന്നെ. അവിടേക്ക് ഈ ആളുകൾ വരുമ്പോൾ അവർക്ക് അതിനുള്ള സൗകര്യങ്ങൾ ഫലപ്രദമായി ഒരുക്കുക, സമഗ്രമായി അവർക്ക് വളരെ കാര്യമായി തൃപ്തിയോടെ തൊഴുതു മടങ്ങാനുള്ള ഒരു സാഹചര്യം അതേതായാലും കാര്യമായി സംഭവിക്കുന്നുണ്ട്, കാര്യമായി അത് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. സനോജ്, ഒരു കാര്യം കൂടി, ഇതിനിടയിൽ പമ്പയിൽ നിന്ന് രാജവെമ്പാലയെ പിടികൂടിയ വിവരം കൂടി സനോജ് റിപ്പോർട്ട് ചെയ്തിരുന്നല്ലോ. നീലിമല അടിവാരത്ത് കരിക്ക് വിൽക്കുന്ന തൊഴിലാളികളാണ് കണ്ടെത്തിയെന്നൊക്കെ പറയുന്നുണ്ടല്ലോ. തീർച്ചയായിട്ടും ഒരുപാട് തീർത്ഥാടകർ സംഗമിക്കുന്ന ഒരു സ്ഥലമാണ് പമ്പ നീലിമല അടിവാരത്തെ ഈ കരിക്ക് വിൽക്കുന്ന കേന്ദ്രം. അവിടെ വലിയ തോതിലുള്ള തിരക്ക് അനുഭവപ്പെടാറുണ്ട്. അവിടെയാണ് ഇന്നലെ വൈകുന്നേരത്തോടു കൂടി രാജവെമ്പാലയെ കണ്ടെത്തിയത്. അവിടുത്തെ തൊഴിലാളികളാണ് ആദ്യം ഈ രാജവെമ്പാലയെ കണ്ടത്. ഉടൻ തന്നെ അവർ വനംവകുപ്പിനെ വിവരം അറിയിക്കുകയായിരുന്നു. വനംവകുപ്പിൻ്റെ പ്രത്യേക സ്ക്വാഡ് അവിടെ എത്തി രാജവെമ്പാലയെ പിടിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് അവിടെയുള്ള തൊഴിലാളികൾ തന്നെ മൊബൈലിൽ പകർത്തിയത്. അവർ നമുക്ക് അയച്ചു തരികയായിരുന്നു. ആ ദൃശ്യങ്ങൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും വളരെ വലിപ്പമുള്ള ഒരു രാജവെമ്പാലയാണ്. അതിനെ വളരെ കൃത്യമായി വനം വകുപ്പിനെ പിടികൂടുവാനും അതിനെ ചാക്കിലാക്കി മറ്റ് ഇടങ്ങളിലേക്ക്, അതായത് വനത്തിലെ ഏതെങ്കിലും ഉൾപ്രദേശങ്ങളിലേക്ക് തുറന്നു വിടാൻ വേണ്ടിയാണ് പിടികൂടിയത്. എന്തായാലും അങ്ങനെ ഒരു സംഭവം കൂടി ഇന്നലെ ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല പമ്പയിൽ ഇന്നലെ പുലി ഇറങ്ങി എന്നുള്ളൊരു വാർത്ത കൂടിയുണ്ട്. പമ്പ ഗണപതി ക്ഷേത്രത്തിന് സമീപത്ത് ഗസ്റ്റ് ഹൗസിൻ്റെ പിൻഭാഗത്തായിട്ടാണ് പുലി ഇറങ്ങിയത്. അവിടെ എത്തിയ പുലി ഒരു പന്നിയെ പിടിച്ചു മരത്തിലേക്ക് കയറുകയായിരുന്നു. ഇത് കണ്ട അവിടുത്തെ താമസക്കാർ ബഹളം വെക്കുകയും പിന്നീട് പുലി പന്നിയെ ഉപേക്ഷിച്ച് കാട്ടിലേക്ക് മടങ്ങുകയുമായിരുന്നു എന്നുള്ളതാണ് അവിടെ നിന്ന് ലഭിച്ച വിവരം. ശരത്ത്, ഈ മനു വരുന്നു എന്ന് കേൾക്കുമ്പോൾ ഇങ്ങനെ മനുവിനെ പേടിപ്പിക്കാൻ ഓരോന്നിങ്ങനെ പറയരുത് സനോജ്. ഏതായാലും രാവിലെ വളരെ സജീവമായി അവിടുത്തെ തിരക്കും കാര്യങ്ങളും ഒക്കെയാണ് സനോജ് ഇപ്പോൾ സൂചിപ്പിച്ചത്.